ഗസയിൽ ഹമാസിനെതിരെ കഴിഞ്ഞ ദിവസവും വലിയ പ്രകടനം നടന്നു. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, ഇനി ഹമാസിൻ്റെ ഇടപെടൽ കൊണ്ടുള്ള മരണം ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് പലസ്തീനികൾ ഗാസയിൽ പറയുന്നത്. അപ്പോൾ ഹമാസിനെ അവർ കൈവിട്ടു. എങ്ങനെയെങ്കിലും മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയണം. ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഹമാസാണെന്നാണ് പലസ്തീനികൾ പറയുന്നത്. അപ്പോൾ ഹമാസിൻ്റെ ഭൂമിയിൽ ജനങ്ങൾ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ വീണ്ടും ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ അമീർ പറഞ്ഞിരിക്കുന്നു, ഇനി എല്ലാ വെള്ളിയാഴ്ചയും ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിൽ. പക്ഷേ അവരുടെ പള്ളികൾ കേരളത്തിൽ കൂടുതലൊന്നുമില്ല, കുറവാണ്. അവിടെ പലസ്തീന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അവരുടെ അമീർ പി മുജിബുർ റഹ്മാൻ 22-ാം തീയതി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേക പ്രാർത്ഥന പലസ്തീനികൾക്ക് വേണ്ടി, എല്ലാ വെള്ളിയാഴ്ചയും പലസ്തീനികൾക്ക് വേണ്ടി പള്ളികളിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തീയതിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മെയ് 22, 21-ാം തീയതി മിനിയാന്ന് പിണറായി വിജയൻ ഇസ്രയേലിനെ വിമർശിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ പറഞ്ഞിരുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ബ്രദർഹുഡോ ജമാഅത്തെ ഇസ്ലാമിയോ പറയുന്ന അഭിപ്രായം തന്നെയാണ് അതിൽ പറഞ്ഞിരുന്നത്. മനുഷ്യവംശത്തെ പേടിക്കാത്തവർ ശബ്ദമുയർത്തണം, ഇസ്രയേലിലെ വംശഹത്യ നമ്മൾ അവസാനിപ്പിക്കണം, പിന്നെ 14,000 കുട്ടികൾ ഉടനെ മരിച്ചു പോകും. അതാണ് ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ ആണ്. ഭക്ഷണമില്ല, മരുന്നില്ല, പിന്നെ ഇസ്രയേലിന് മേൽ വലിയ സമ്മർദ്ദം നമ്മൾ ചെലുത്തണം, ഉപരോധമുണ്ട് ഇസ്രയേലിൻ്റെ. എന്നിട്ട് മുസ്ലിം ബ്രദർഹുഡോ ഹമാസോ പറയുന്ന കണക്ക് 2037 കുട്ടികൾ മരിച്ചുപോയി കഴിഞ്ഞ മാസം. 53,384 ഗാസക്കാർ ഒക്ടോബർ 7-ന് ശേഷം കൊല്ലപ്പെട്ടു. ഇതൊക്കെ അവർ നിരത്തുന്ന ഗാസയുടെ ആളുകൾ ഹമാസൊക്കെ നിരത്തുന്ന കണക്കുകൾ. എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എല്ലാ ദിവസവും ഇത് കൊടുക്കുന്നു, ഇന്ന് ഇത്ര എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്തുള്ള സംഭവം എന്താന്ന് വെച്ചാൽ, ഇസ്രയേലിലെ വംശഹത്യ എന്ന് പിണറായി വിജയൻ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യ ഇതുവരെ അത് ജനോസൈഡായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ ഗസയിൽ നടന്നത് വംശഹത്യ എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് ഇന്ത്യക്കില്ല. ഇന്ത്യയുടെ വിദേശ നയത്തിലും അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കാതെ പിന്നെ എങ്ങനെ പിണറായി വിജയൻ ഇത് വംശഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി കുറെ പേരെ കൊന്നില്ലേ ഇസ്രയേലികളെ? അത് ആവശ്യമുള്ള ഹത്യയാണ്. സ്വരാജ് പറഞ്ഞല്ലോ, എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, ഹമാസ് എന്തു തന്നെ ചെയ്താലും അത് തെറ്റല്ല. അത് ഏതൊരു തമിഴ് അല്ലേ നോവലൊക്കെ പറഞ്ഞിട്ടാണ് ഇത്. അത് രണ്ടാമത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തമിഴല്ലേ, തമിഴ് നോവലല്ല, നമ്മുടെ എം മുകുന്ദന്റെ ദില്ലി ഗാഥ. അത് ദില്ലി ഗാഥകൾ ഇപ്പൊ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം പെരുമാൾ മുരുകന്റെയോ മറ്റോ ഏതൊരു നോവല് പറഞ്ഞു. പെരുമാൾ മുരുകൻ ഇങ്ങനെ അഭിപ്രായമുണ്ട്, ഈ പിന്നാക്കക്കാര് എന്ത് ചെയ്താലും അതാണ് ശരി, തെറ്റല്ല. കഞ്ചാവ് അടിച്ചാലും അത് ശരിയാണ്. അതാണ് പിന്നാക്ക കഞ്ചാവ് അനുവദനീയമാണ് എന്നുള്ളത് ഈ ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അതാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ ചോദിച്ചിരുന്നു, മറ്റേ ഈ മാരിച്ചാപ്പിയിലെ കൂട്ടക്കൊല വെച്ചിട്ട് അമിതാഭ് ഘോഷ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലും ഇപ്പോൾ വായിക്കേണ്ടതാണല്ലോ. അപ്പൊ CPM നടത്തിയ പിന്നോക്കക്കാരുടെ കൂട്ടക്കൊല ഇല്ലേ, അതിൻ്റെ അകത്ത് വരുമല്ലോ, സുന്ദർബൻസിൽ. അതെ, സുന്ദർബൻസിലാണത്, മാരിച്ചാപ്പി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു, വരാൻ പോകുന്നു. അത് കഴിഞ്ഞാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാറുമുണ്ട് പിണറായി വിജയൻ. മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതാണ് പലസ്തീൻ്റെ കാര്യത്തിലും ഗാസയുടെ കാര്യത്തിലും ശരി എന്നാണല്ലോ. തലേന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തോരം ആലോചന നടന്നിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം എന്ന് സംശയിക്കും ആളുകൾ. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ജമാഅത്തെ ഇസ്ലാമി നടത്താൻ പോകുന്ന പ്രാർത്ഥനകൾ ഇത് വംശഹത്യയാണെന്നും വീണ്ടും
ഗാസയ്ക്ക് വേണ്ടിയും പലസ്തീനും വേണ്ടിയുള്ള പ്രസ്താവന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പിണറായി വിജയൻ ഇറക്കിയ പ്രസ്താവനകൾ, ഇതെല്ലാം കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത് CPM വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ അകത്ത്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPM-ൻ്റെ ബാന്ധവം ഇപ്പോൾ തുടങ്ങിയതല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ CPM അങ്ങനെ തള്ളി പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇടയ്ക്കൊന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോൾ അവർ കണക്ക് മുഴുവൻ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ മണ്ഡലത്തിലും ഇങ്ങനെ. അതുമാത്രമല്ല, മറ്റേ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അനുശോചന യോഗത്തിന് ഞങ്ങളുണ്ടായിരുന്നു. എന്ത് തുടങ്ങി CPM-ഉം ഓരോ ഇലക്ഷനിൽ ഒരുമിച്ച് മത്സരിച്ചതിൻ്റെ കണക്ക് പറഞ്ഞു, എല്ലാം പറഞ്ഞു, ഓടി തീർന്നു, എല്ലാം പറഞ്ഞു. ഓരോ മണ്ഡലത്തിലും കിട്ടിയ വോട്ട് CPM-ന് കൊടുത്ത എങ്ങനെ കൂടി എന്ന് പറഞ്ഞത്, അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി മാത്രം മത്സരിച്ച സ്ഥലത്ത് എത്ര, ഈ കണക്കുകളൊക്കെ വന്നു. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പണ്ട് തൊട്ടേ ബന്ധമുണ്ട് CPM-ന് എന്ന് വന്നു. അപ്പം ഇത് അടുത്തടുത്ത ദിവസങ്ങളിൽ അമീറും പിണറായി വിജയനും ഇത് പറഞ്ഞിരിക്കുന്നു. ഗൂഢാലോചനയൊന്നും ഉണ്ടാവില്ല. പിണറായി പറഞ്ഞു. പിണറായി ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഇറക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇറക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനം പിണറായി അടിച്ചുകൊണ്ട് പോകും. ജമാഅത്തെ ഇസ്ലാമിയെക്കാളും വലിയ ഇസ്ലാമിക പാർട്ടിയായി CPM മാറുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയും വരാമല്ലോ. അങ്ങനെ വരാം. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം പ്രീണനം കൊണ്ടു നടത്തിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഈ മുസ്ലിം വിരുദ്ധമായ ഒരു നയത്തിലേക്ക് പിണറായി വിജയൻ പോകുന്ന പോലുള്ള സംസാരമൊക്കെ ഭാവമുണ്ട്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പോയി വഖഫ് നിയമഭേദഗതിക്കെതിരെ പെറ്റീഷൻ കൊടുത്തിട്ട് പറഞ്ഞു മുസ്ലിമുകളുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണം എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളുടെ മൗലികാവകാശം മാത്രം മതിയോ? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മൗലികാവകാശം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇനി ഈ ഹിന്ദുക്കളുടെ വോട്ട് പഴയ പോലെ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടി കോൺഗ്രസ്സിലെ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ ഭാവിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം കേരളത്തിൽ അതല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയില്ലാതെ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ നിൽക്കുകയായിരിക്കാം. അങ്ങനെയും വരാം. അതായത് ഈഴവ വോട്ടുകൾ കൺസിസ്റ്റൻ്റ്ലി കൂടുന്നുണ്ട്. BJP കിട്ടുന്ന വോട്ടുകൾ NDAക്ക് കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈഴവർക്കിടയിലെ ആദ്യം ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ 15% കിട്ടിയിരുന്നത് ഈഴവർക്കിടയിൽ 35%. ഇപ്പോൾ NDAക്ക് കിട്ടിയതായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതായിട്ട് കണക്കുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് അവരുടെ ഇടയ്ക്ക്. അപ്പോൾ CPM-ൻ്റെ അടിവാരം, അസ്ഥിവാരം തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയം പോകുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് മുസ്ലിങ്ങളെ തന്നെ നല്ലതാണത് BJPക്ക്. പക്ഷെ അതിനകത്ത് ഈ മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാൽ ബാക്കിയുള്ള വിഭാഗങ്ങൾ എതിരാകും. അങ്ങനെ പ്രശ്നമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പ്രത്യക്ഷമായിട്ടുള്ള ഒരു സഖ്യത്തിന് പോകുമ്പോഴല്ലേ വരുള്ളൂ. അത് നയമുണ്ടല്ലോ. നമ്മൾ ഈ 2 ദിവസത്തേത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. രണ്ടുപേരുടെ നയങ്ങൾ സെയിമാണെന്ന് പറഞ്ഞു. പക്ഷെ പലസ്തീന് വേണ്ടി അവർ പ്രത്യേക പ്രസ്താവന നടത്തുമ്പോൾ, ജമാഅത്തെ പ്രാർത്ഥന നടത്തുമ്പോൾ മോസ്കുകളിൽ വീണ്ടും ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായല്ലോ, വീണ്ടും പലസ്തീൻ പ്രശ്നം ഉയർത്തുന്നു CPM. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാറ്റിവെച്ചതായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരാറായി കഴിഞ്ഞപ്പോൾ വീണ്ടും മുസ്ലിം പ്രീണനത്തിലേക്ക് പാർട്ടി പോകുന്നു. ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഈ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. അതായത് വോട്ട് പ്രധാനമാണ്. അനിയൻ ഭാവയും ചേട്ടൻ ഭാവയും തലേന്നും പിറ്റേന്നും സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അതാണ് കാരണം. അപ്പോൾ ആ ഒരു മലബാറിലെങ്കിലും നമുക്കിത് വിട്ടുപോകരുത്. ചിലപ്പോൾ പാർട്ടി ഇനി മലബാറിൽ മാത്രമായിട്ട് ഒതുങ്ങും, കണ്ണൂരിൽ മാത്രമായിട്ട് എന്നുള്ള മുസ്ലിം മലബാർ നാക്കാം, CPIM അതെ, മലബാർ മുസ്ലിം ആ അവസ്ഥയിലേക്ക് സംഗതി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ നയം എന്ന് പറഞ്ഞാൽ ഇനി പാർട്ടിക്ക് ഇല്ലല്ലോ. MA ബേബി വന്നപ്പോഴും പുതിയ AK സെന്ററിന്റെ ഉദ്ഘാടനത്തിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പുറകില്
മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പഴയതുപോലെ സാഹിത്യകാരന്മാരെയൊക്കെ കണ്ട് അല്ലേ, പിന്നെ CPM വേണ്ടാത്ത ആളുകളെയൊക്കെ പോയി കാണുന്നുണ്ട്, സുധാകരനെ പോലെയുള്ളവരെയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അതുകൊണ്ടും ഇല്ല. അതെ അതെ, എങ്ങനെയെങ്കിലും അത് ഭരണ തുടർച്ച ഉണ്ടാക്കണം, ആരെ കൂട്ടുപിടിച്ചാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നല്ലത് ലീഗിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതായിരുന്നല്ലോ നേരത്തെ. അങ്ങനെയാണെങ്കിൽ BJP ആയിട്ട് കൂടിക്കൂടെ? അത് BJP സമ്മതിക്കില്ലല്ലോ. BJPയുടെ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുകൂടിയിട്ടുണ്ടല്ലോ. പിണറായി വിജയന് വേണ്ടിയിട്ട് അദ്വാനിയെ മറ്റേ ഒന്നും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒന്നിച്ചൊക്കെ നടന്നിട്ടുണ്ട് അവര്. അപ്പോൾ അതല്ല, മറ്റേ RSS ഞാനൊരു കാര്യം പറയാം, CPM പിരിച്ചുവിട്ടിട്ട് ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ ഏറ്റവും സുസ്ഥിരമായ, ഏറ്റവും ഗംഭീരമായ ഭരണം വരാൻ പോകുന്നത് CPM-ഉം BJP കൂടെ ചേർന്നാലാണ്. അത് ചേരണം എന്നുണ്ടെങ്കിൽ മറ്റേ CPM പിരിച്ചുവിടണം. പണ്ട് P. കൃഷ്ണപിള്ള പിരിച്ചുവിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തില്. ലോകയുദ്ധം വരുമ്പോ ഇനി അല്ല, അത് പൊക്കോളും, തന്നെ പിരിഞ്ഞ് പൊക്കോളുമല്ലോ. അപ്പൊ തന്നെ പിരിഞ്ഞു പോവാണെങ്കിൽ കുഴപ്പമില്ല. അവരെല്ലാവരും പോകുന്നത് ഹിന്ദുക്കളായതുകൊണ്ട്, കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് അവർ SDP പൊക്കോളും. അങ്ങനെ പൊക്കോളും. അങ്ങനെയാണെങ്കിൽ തന്നെത്താനും ലിക്വിഡേറ്റ് ചെയ്യട്ടെ. അതിന് ഈ മുസ്ലിം ബ്രിഗേഡിന് സഹായിക്കും. അപ്പൊ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാം. അത് നമുക്ക് കൊള്ളാം, നല്ല ഐഡിയ ആണ്. ഇവിടെ TG ഇടയ്ക്കിടയ്ക്ക് പറയും ലീഗും BJP-യും കൂടെ സഖ്യത്തിലുണ്ടാവണം എന്ന് പറയാറുണ്ട്. കേരള ഭരണത്തിന് നല്ലതാണത്. അപ്പം ഞാനൊരു ബദലാശയം വെച്ചതാണ് CPM പാർട്ടി ആസ് എ ഹോൾ പറ്റില്ലെങ്കിൽ പാർട്ടി സാറ് പറഞ്ഞ പോലെ പിരിച്ചു വിട്ടിട്ട് CPM-ൻ്റെ ആളുകളും BJP-യും കൂടെ ചേർന്ന് TG ഈ CPM-ഉം BJP-യും ഒന്നിച്ച് ചേരണം, അല്ലെങ്കിൽ RSS-ഉം ഒക്കെ ഒന്നിച്ച് ചേരണം എന്ന് പറഞ്ഞ് പണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ചിലര് ഈ ബുദ്ധിയുള്ളവർ നേരത്തെ കാണും, നമ്മളിത് വൈകിയും മനസ്സിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.